കമ്പനി ബോർഡ് LGSൻ്റെ മാത്സ് പ്രാക്ടീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെയിലി 20 ചോദ്യങ്ങൾ എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് ഒരു മോക്ക് ടെസ്റ്റ് രൂപേണ ഇത് ചെയ്യുക. എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. 20 ചോദ്യങ്ങൾക്ക് എത്ര സമയമെടുക്കുന്നു, അതോടൊപ്പം തന്നെ അറിയാവുന്ന ചോദ്യങ്ങൾ നെഗറ്റീവ് അടിക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കുക. അത് കറക്റ്റ് ചെയ്യുക. നേരെ ചോദ്യങ്ങളിലേക്ക്. 1/2 + 1/4 + 1/8 + 1/16 ദശാംശ രൂപം ഏത്? ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ആദ്യം ഫ്രാക്ഷൻസ് എല്ലാം കൂട്ടി ദശാംശ രൂപത്തിലോട്ടാക്കാം, അല്ലെങ്കിൽ ഓരോന്നിനെയും ആദ്യം ഫ്രാക്ഷനാക്കി കൂട്ടാം. നമുക്ക് രണ്ട് മെത്തേഡും ചെയ്യാം. ഇവിടെ എല്ലാ ഫ്രാക്ഷൻ്റെയും അടിയിലെ സംഖ്യ ഛേദം സെയിം ആക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലെ കൂട്ടിയിട്ട് 16 കൊണ്ട് ഹരിക്കാം. അപ്പോൾ വലിയ സംഖ്യയായ 16ലോട്ട് എല്ലാ ഛേദത്തെയും അടിയിലുള്ളതിനെ എല്ലാത്തിനെയും 16ലോട്ട് മാറ്റുകയാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ അടിയിലുള്ള സംഖ്യകളുടെ എല്ലാം LCM എടുക്കുന്നു. ഇവിടെ LCM വരുന്നത് 16 നമുക്ക് ഇവിടെ അടിയിൽ 16 ആയതുകൊണ്ട് അങ്ങനെ തന്നെ വെക്കാം. ഇവിടെ 8 ആണ്. 8നെ 2 കൊണ്ട് ഗുണിച്ചാൽ 16 ആകും. അടിയിൽ മാത്രം ഗുണിക്കാൻ പാടില്ല, മുകളിലും ഗുണിച്ചാലേ ആ ഫ്രാക്ഷൻ്റെ വാല്യൂ അങ്ങനെ തന്നെ നിലനിൽക്കൂ. അടുത്ത ഫ്രാക്ഷൻ നോക്കിയാൽ അടിയിൽ 4 ആണ്. 4നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16 ആകുന്നു. അടിയിലും മുകളിലും 4 കൊണ്ട് ഗുണിക്കുന്നു. ഇത് 1/2 അടിയിൽ 8 കൊണ്ട് ഗുണിച്ചാൽ 16 ആകുന്നു. മുകളിലും 8 കൊണ്ട് ഗുണിക്കുന്നു. ഇപ്പോൾ നമ്മുടെ 4 ഫ്രാക്ഷൻ്റെയും അടിയിൽ 16 ആയി. 16 ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരെ 16 അടിയിൽ ഒരു വര വരച്ചെഴുതിയതിന് ശേഷം മുകളിലെല്ലാം കൂട്ടാം. 8, 4, 2, 1, 12, 13, 15 വരുന്നു. 15/16 വരുന്നു. ഇനി നമുക്കിത് ചെയ്യാം. 15/16 വരുമ്പോൾ ഒരു തവണ പോലും പോകില്ല. പോയിൻ്റ് ഇട്ട് കൊടുത്തു. 150. നമുക്കറിയാം 16 × 10 എന്ന് പറയുമ്പോൾ 160 വരും. അപ്പോൾ 16 × 9 ചെയ്യുമ്പോൾ 4 ശിഷ്ടം 5, 9 5 14, 144. അങ്ങനെയെങ്കിൽ 9 തവണ 144. നമ്മൾ ഓപ്ഷനിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരെണ്ണം മാത്രമേ 9ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഓപ്ഷൻ C മാർക്ക് ചെയ്യാം. നമ്മളെന്തായാലും ഹരണം കംപ്ലീറ്റ് ചെയ്യുകയാണ്. ശിഷ്ടം 6 വരുന്നു. 6ൽ പോകില്ല. 0 ഇട്ട് കൊടുക്കുന്നു. 60ൽ 3 തവണ 16 × 3 48. ശിഷ്ടം 12 വരുന്നു. 12ൽ പോകില്ല. 0 ഇട്ട് കൊടുക്കുന്നു. 120. 16 × 7 112 വരുന്നു. 7 എഴുതുന്നു. പിന്നെ 8 ആണ്. 8 പോകില്ല. 0 ഇട്ട് കൊടുത്താൽ 16 × 5 80. ഇവിടെ 80 വരുന്നു. 0 തീർന്നു. നമുക്ക് ഓപ്ഷൻ C ആണ് ആൻസർ വരുന്നത്. മെത്തേഡ് നോക്കാം. ഇവിടെ 1/2 എന്ന് പറയുന്നത് നമുക്കറിയാം അരയാണ്. അര എന്ന് പറയും 0.5. അടുത്തത് 1/4 ആണ്. 1/4 എന്ന് പറയുമ്പോൾ 1/4 ഭാഗം. അപ്പോൾ ഈ 1/2ൻ്റെ പകുതിയാണ്. നോക്കി, 1/2നെ 2 കൊണ്ട് ഹരിച്ചാൽ എന്താ തിരിച്ചിട്ട് ഗുണിക്കുന്നു. 1/2 × 1/2 1/4. അപ്പോൾ 1/2ൻ്റെ പകുതിയാണ് 1/4. 0.5ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 0.25 വരുന്നു. ഇനി അടുത്ത് നോക്കാം. 1/8. 1/4നെ 2 കൊണ്ട് ഹരിച്ചാൽ 1/8. അപ്പോൾ ഇതിൻ്റെ പകുതി വരും. 0.25ൻ്റെ പകുതി 25ൻ്റെ പകുതി 12.5. 0.125 വരുന്നു. അടുത്തത് നോക്കുകയാണെങ്കിൽ 1/16 ആണ്. 1/16 എന്ന് പറയുമ്പോൾ 1/8നെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടും. അതായത് ഇതിൻ്റെ പകുതി വരുന്നു. 125ൻ്റെ പകുതി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 125ൻ്റെ പകുതി 62.5. ഇവിടെ 3 സ്ഥാനം നീക്കി പോയിൻ്റ് ഇട്ടിരിക്കുന്നു. പകുതി ആകുമ്പോൾ ഒരു സ്ഥാനം കൂടി പോയിൻ്റ് ഇട്ടിരിക്കുന്നു. 0.0625 62.5 എന്ന് എഴുതാം. പോയിൻ്റ് ഇടുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ ഇവിടെ ഒരു 2 ഉള്ള കാരണം ഒരു സ്ഥാനം നീക്കി പോയിൻ്റ്. ഇവിടെ 2 2 2 അല്ല, അതുകൊണ്ട് 2 സ്ഥാനം നീക്കി പോയിൻ്റ് ഇട്ടിരിക്കുന്നു. ഇവിടെ 2 × 2 × 2 3 2കളുണ്ട്. അപ്പോൾ 3 സ്ഥാനം നീക്കി പോയിൻ്റ് ഇട്ടിരിക്കുന്നു. ഇവിടെ 2 × 2 × 2 × 2 4 ആണ്. അപ്പോൾ 4 സ്ഥാനം നീക്കി പോയിൻ്റ് ഇട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടാം. 0.0625 പ്ലസ് 0.125 0.25
0.5 5 7 13 ശിഷ്ടം 1 9. ഓപ്ഷൻ സി തന്നെ വരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിക്കാം. അടുത്ത ചോദ്യം 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 1/√4 ഹോൾ സ്ക്വയർ. ഇവിടെ 1/2 ഹോൾ സ്ക്വയർ എന്ന് പറയും പ്ലസ് 1/√4 ഹോൾ സ്ക്വയർ. ഇതിനെ നമുക്ക് 1 സ്ക്വയർ ബൈ 2 സ്ക്വയർ, ഇതാണ് ഇതിൻ്റെ അർത്ഥം, പ്ലസ് 1 സ്ക്വയർ ബൈ √4 സ്ക്വയർ. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ 1 സ്ക്വയർ 1 തന്നെ, 2 സ്ക്വയർ 4 പ്ലസ് 1 സ്ക്വയർ 1 തന്നെ, √4 ഇൻറ്റു √4 എന്ന് പറയുമ്പോൾ 4 വരുന്നു. ഇതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ √4 എന്ന് പറയുമ്പോൾ 4 പവർ അരയാണ്, 4 തലയിൽ അര. ഇതെങ്ങനെ എഴുതുകയാണെങ്കിൽ 1/2 പ്ലസ് 1/2 എന്ന് എഴുതാം. അരയും 1 4/1 അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ √4 സ്ക്വയർ √4 വരുന്നു. ഇത് അടിയിൽ രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ അടിയിലെ 4 അവിടെ നിർത്തി മുകളിലെ 2 1 പ്ലസ് 1 ചെയ്യാം. 2/4 എന്ന് പറയുന്നത് വെട്ടിപ്പോയാൽ 2ൻ്റെ വെട്ടയിൽ ഒരു തവണ, 2ൻ്റെ വെട്ടയിൽ 2 തവണ, 1/2. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം 2 1/2, അതായത് 2.5 ഇൻറ്റു 23 മൈനസ് 1 1/2, 1.5 ഇൻറ്റു 23. ഇവിടെ നമുക്ക് 23 നമ്പർ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുണ്ട്. 2 സ്ഥലത്തുള്ള കാരണം പുറത്തോട്ട് എടുക്കാം. ഈ 2 സ്ഥലത്ത് നിന്നും ഓരോ 23 പുറത്തോട്ട് എടുക്കുന്നു. അല്ലെങ്കിൽ ഞാൻ 23 പുറത്തെടുത്ത് അവിടെ ഇരുന്നോട്ടെ. പിന്നെ ബാക്കി ഇവിടെ ഉള്ളത് 2.5 ഉണ്ട്, മൈനസ് ഇവിടെ നിന്ന് 23 പോയിട്ടുണ്ടെങ്കിൽ ബാക്കി 1.5 ഉണ്ട്. നമുക്കറിയാലോ ഇത് ഫ്രാക്ഷനായിട്ട് ചെയ്യണ്ട, പറഞ്ഞു ചെയ്യുക. 2.5-ൽ നിന്ന് 1.5 പോയാൽ 1.5യോട് 1 കൂട്ടിയാലാണ് 2 വരുന്നത്. അപ്പോൾ ഇൻറ്റു 1 തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. 23 വരുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1/4 12 1/2 മടങ്ങ് എത്ര? നമ്മൾ അറിയാം ഇൻഡേ യുഡേ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇൻറ്റു ഗുണിക്കുക എന്നാണ്. ഇവിടെ 1/100 ഇൻറ്റു 12 1/2 എത്ര? 12 1/2 നമുക്ക് 1/100 ഇൻറ്റു ഗുണിക്കാം. 12 ഇൻറ്റു 2 24, 24 1 25 എന്ന് എഴുതി മുകളിൽ, അടിയിൽ 2 എടുത്ത് എഴുതിയാൽ 25ൻ്റെ പട്ടികയിൽ 25 ഒരു തവണ, 100 4 തവണ, 1/8 എന്ന് കിട്ടി. പക്ഷേ ചോദ്യത്തിൽ ഓപ്ഷനുകളിൽ പല ഓപ്ഷൻസ് ഉണ്ട്. എയും ബിയും കൊടുത്തിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് വേറൊരു രീതി കൂടി നോക്കണം. നമുക്കറിയാം പേഴ്സൻറ്റേജിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 1/100 ആണ്. നമ്മുടെ ചോദ്യം നോക്കിയേ, ഈ ചോദ്യത്തിൽ 1/100 കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 1/100 ഇൻറ്റു 12 1/2 ആണല്ലോ. ഇവിടെ 1/100 എന്ന് പറയുന്നത് തന്നെയാണ് പേഴ്സൻറ്റേജ്. അപ്പോൾ നമുക്കിതിനെ 12.5 നോക്കിയാൽ മനസ്സിലാവും. 12.5% ബിയും ഉത്തരമായി വരും, എയും ഉത്തരമായും വരും. ഓപ്ഷൻ ഡി ആണ്. കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. എല്ലാ ചോദ്യവും ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് ഒടുക്കിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ട്രിക്സ് ഒന്ന് കൺഫ്യൂസ്ഡ് ആകാതെ, തെറ്റിക്കാതെ, ഇവിടെ ഓപ്ഷൻ എ മാർക്ക് ചെയ്യാതെ രക്ഷപ്പെടാം. 2 ഉത്തരമായിട്ട് വരുന്നുണ്ട്. ചൂടെ കൊടുത്തിട്ടുള്ളവയിൽ അനകസംഖ്യ പെർഫെക്റ്റ് നമ്പർ അല്ലാത്തതേത്? നമുക്ക് പെർഫെക്റ്റ് നമ്പർ എന്താണെന്ന് നോക്കാം. പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സംഖ്യ എടുക്കുക, 6 എടുത്തിട്ടുണ്ടെങ്കിൽ 6ൻ്റെ ഘടകങ്ങൾ, 6നെ നമ്മൾ ഘടകക്രിയ ചെയ്യുമല്ലോ, 2 3 3 1, ഇത് 3മാണ് 6ൻ്റെ ഘടകങ്ങൾ. അതുകൂടാതെ 6 ഇൻറ്റു 1 6 വരുന്ന കാരണം ഈ 6 ഉണ്ട്. അപ്പോൾ 4 ഘടകങ്ങളുണ്ട് 6ന്. ഈ ഘടകങ്ങൾ എല്ലാം എക്സെപ്റ്റ്, അതായത് അതേ നമ്പറിന് താഴെയുള്ള 6 താഴെയുള്ള എത്ര ഘടകങ്ങളുണ്ടോ, ഇവിടെ നോക്കി 6 താഴെയുള്ള 3 ഘടകങ്ങളാണ്. അതെല്ലാം കൂട്ടിയാൽ 6 തന്നെ കിട്ടുകയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് നമ്പറാണ്. അങ്ങനെയാണ് പെർഫെക്റ്റ് നമ്പർ വരുന്നത്. ആദ്യത്തെ പെർഫെക്റ്റ് നമ്പർ 6 ആണ്, രണ്ടാമത്തെ പെർഫെക്റ്റ് നമ്പർ 28 ആണ്, മൂന്നാമത്തെ 496,
നാലാമത്തേത് 8128. ഇത് ജസ്റ്റ് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പെർഫെക്റ്റ് നമ്പർ അല്ലാത്തതാണ്. 6 ആദ്യത്തെ പെർഫെക്റ്റ് നമ്പറാണ്. ബി എന്ന് പറയുന്നത് 28 രണ്ടാമത്തെ പെർഫെക്റ്റ് നമ്പറാണ്. അപ്പോൾ ഇതിൽ 4 മാത്രം പെർഫെക്റ്റ് നമ്പർ അല്ല. അതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്വാതിക് 35 ലക്ഷം രൂപയ്ക്ക് ഒരു പഴയ വീട് വാങ്ങുകയും 3 ലക്ഷം രൂപ അറ്റകുറ്റപ്പണികൾക്കായി ചെലവഴിക്കുകയും ചെയ്തു. പിന്നെ അവൻ അത് 5% ലാഭത്തിൽ വിറ്റു. എങ്കിൽ സ്വാതിക്കിന് എത്ര രൂപ കിട്ടി? വാങ്ങിയ വില എത്രയാണ്? വാങ്ങിയ വില 35 ലക്ഷമാണ്. അറ്റകുറ്റപ്പണികൾക്കായിട്ടൊരു 3 ലക്ഷം കൂടി ആൾ കയ്യിൽ നിന്ന് ചിലവാക്കിയാൽ 38 ലക്ഷം ആൾക്ക് ആകെ ചിലവായി. അതായത് ഫൈനൽ വാങ്ങിയ വില, ടോട്ടൽ വാങ്ങിയ വില എന്ന് നമുക്ക് 38 ലക്ഷത്തെ കണക്കാക്കാം. പിന്നെ അത് 5% ലാഭത്തിൽ വിൽക്കുന്നു. നമുക്ക് ഈ 38 ലക്ഷത്തിൻ്റെ 5% കണ്ടുപിടിക്കാം. 38 ലക്ഷത്തിൻ്റെ 5 0 എഴുതണ്ട, നമ്മൾ 38ൻ്റെ ലക്ഷം എന്ന് തന്നെ എഴുതിയിട്ട് 5% കണ്ടുപിടിക്കാം. 38 × 5 എന്ന് പറയുമ്പോൾ 0 ശിഷ്ടം 4 19 00. അങ്ങനെയെങ്കിൽ 1.9 ലക്ഷം ലാഭം കിട്ടി. 5% ലാഭമാണല്ലോ. 38 ലക്ഷത്തിൻ്റെ 5% എന്ന് പറയുന്നത് 1.9 ലക്ഷമാണ്. കൂട്ടാലോ, ഈ 38 ലക്ഷം വാങ്ങിയ വിലയോടൊപ്പം 1.9 ലക്ഷം കൂട്ടിയിട്ടുണ്ടെങ്കിൽ 0.993 39.9. എവിടെയാണ് 39.9? ഇവിടെയാണ്. 39 ലക്ഷവും 90,000 രൂപയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ലക്ഷം എന്ന് എഴുതണതിന് പകരം 5 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ 90,000 ഡയറക്റ്റ് കിട്ടും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അടുത്ത ചോദ്യം, 24 മീറ്ററും 16 മീറ്ററുമുള്ള 2 PVC പൈപ്പുകൾ ഒരേ നീളത്തിലും പരമാവധി നീളത്തിലും മുറിക്കണം. ഓരോ കഷ്ണത്തിൻ്റെയും പരമാവധി നീളം എത്രയായിരിക്കും? ഇവിടെ 2 പൈപ്പുകളുണ്ട്. ഒരെണ്ണത്തിന് 24 മീറ്ററാണ് നീളം, അടുത്തതിന് 16 മീറ്ററാണ് നീളം. ഇത് ഈക്വലായിട്ട് നമുക്ക് കട്ട് ചെയ്യണം. പക്ഷേ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓരോ കഷ്ണത്തിനും സെയിം നീളമായിരിക്കണം. അങ്ങനെ പരമാവധി ആ സെയിം നീളം ഒരു കഷ്ണത്തിൻ്റെ ലെങ്ത്താണ് ചോദിച്ചിരിക്കുന്നത്. ഇത് HCFലെ ചോദ്യമാണ്. നമ്മൾ ഇന്നലെ ജൂലൈ 1 ചെയ്ത LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിരുന്നു. റീസെൻ്റായിട്ട് ചോദിച്ചതാണ്. അതിൽ നമ്മൾ പറഞ്ഞു LCMും HCFും തമ്മിലുള്ള ചോദ്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കണമെന്ന്. ഇവിടെ പരമാവധി കണ്ടോ, മാക്സിമം. ഹിൻ്റ് എല്ലാ ചോദ്യങ്ങളിലും ഉണ്ടാവും. മാക്സിമം എന്ന് പറയുമ്പോൾ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അതായത് ഉസാഘ. ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 24ൻ്റെയും 16ൻ്റെയും HCF കാണാനാണ്, ഉസാഘ കാണാനാണ്. നമുക്ക് ചെയ്തു നോക്കാം. 24 16 2 കൊണ്ട് പോവും, 12 8 വീണ്ടും 2 കൊണ്ട് പോവും, 6 4 വീണ്ടും 2 കൊണ്ട് പോവും, 3 2. ഇവിടെ 3ഉം 2ഉം വന്നു. 3നും 2നും കോമൺ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. നമ്മൾ അവിടെ വെച്ച് നിർത്തി, സ്റ്റോപ്പ്. അത് കഴിഞ്ഞിട്ട് HCF ആണെങ്കിൽ ഈ വെർട്ടിക്കലി ഉള്ളത്, കുത്തനെ ഉള്ളത് മാത്രം എടുത്ത് ഗുണിക്കും. 2 × 2 × 2 8ആണ് HCF. അതായത് ഒരു കഷ്ണത്തിൻ്റെ നീളം, മാക്സിമം മുറിക്കാവുന്ന ഒരു കഷ്ണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 8ആണ്. എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ 24നെ 8 ആയിട്ട് മുറിച്ചു, 16നെ 2 8. അതാണ് മാക്സിമം വലിയ കഷ്ണം നമുക്ക് ഈക്വലായിട്ട് മുറിക്കാൻ പറ്റുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. HCFൻ്റെ LCMൻ്റെയും ചോദ്യങ്ങൾ പിക്ക് ചെയ്യാൻ ചോദ്യത്തിൽ തന്നെ ഹിൻ്റ് തന്നിട്ടുണ്ടാവും, നോക്കി ചെയ്യുക. ഒരു NH റോഡിലെ 3 വ്യത്യസ്ത ജംഗ്ഷനുകളിലെ ട്രാഫിക് ലൈറ്റുകൾ നിരീക്ഷിച്ചപ്പോൾ ഓരോ 60 സെക്കൻഡിലും 120 സെക്കൻഡിലും 24 സെക്കൻഡിലും അവ പച്ചയായി മാറുന്നു. രാവിലെ 7 മണിക്ക് സിഗ്നലുകൾ ആരംഭിച്ചപ്പോൾ എല്ലാ ലൈറ്റുകളും പച്ചയായിരുന്നു. അതിനുശേഷം എത്ര സമയം കഴിഞ്ഞ് 3 സിഗ്നലുകളും വീണ്ടും പച്ചയായി മാറും? നമ്മൾ നേരത്തെ LCMൻ്റെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, LCM എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിൽ
മീറ്റ് ചെയ്യുന്ന സംഖ്യകളോ നമ്പറുകളോ ഇപ്പോൾ റേസോ അതൊക്കെ ചോദിക്കുകയാണെങ്കിൽ LCMൻ്റെ ചോദ്യമാണ്. ഇവിടെ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് 60 സെക്കൻഡ്, അടുത്തത് 120 സെക്കൻഡ്, ഒരെണ്ണം 24 സെക്കൻഡ്. ഈ സമയങ്ങളിൽ പച്ചയായി മാറുന്നു. 7 മണിക്കാണ് ആദ്യം എല്ലാം ഒരുമിച്ച് പച്ചയാകുന്നതെങ്കിൽ പിന്നീട് എപ്പോൾ എല്ലാം പച്ചയാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേ ചോദ്യം, അതായത് ഒരു ഓട്ട മത്സരത്തിൽ 2-3 പേര് ഓടുന്നു. ഒരു പോയിന്റിൽ വെച്ച് അവരെല്ലാവരും ഒരേ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ഓരോരുത്തർക്കും വ്യത്യസ്ത സ്പീഡാണെന്ന് വിചാരിക്കുക. വേഗതയാണെങ്കിൽ അവർ പിന്നീട് എത്ര റൗണ്ട് കഴിയുമ്പോൾ കൂട്ടിമുട്ടും. അതേപോലെ തന്നെയുള്ളൊരു ചോദ്യമാണ്, എത്ര സമയം കഴിഞ്ഞ് ഈ ലൈറ്റുകൾ കത്തും എന്നുള്ളത് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം LCMലെ ചോദ്യമാണെന്ന്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 60ൻ്റെയും 120ൻ്റെയും 24ൻ്റെയും LCM കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ഘടകക്രിയ ചെയ്യാം. രണ്ടിൽ തുടങ്ങാം. 30, 60, 24, 12. വീണ്ടും 2ൽ ചെയ്യാം. 15, 30, 6, വീണ്ടും 2. 15 പോകില്ല, അങ്ങനെ അടുത്ത് എഴുതി. HCF ആണെങ്കിൽ ഇവിടെ വെച്ച് നിർത്തണമായിരുന്നു. LCM ആയതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 30ൻ്റെ പകുതി 15, 3ൻ്റെ പകുതി 6ൻ്റെ പകുതി 3. ഇനി നമുക്ക് 3ൽ തുടങ്ങാം. 3ൽ ചെയ്യുമ്പോൾ 5 വരുന്നു, 5 വരുന്നു, 1 വരുന്നു. 5ൽ ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. 1, 1, 1. ഇനി ഇതെല്ലാം കൂടിയും ഗുണിച്ചാൽ നമുക്ക് അടിയിലുള്ളതും കൂടി ഗുണിക്കണം. ഇതെല്ലാം കൂടിയും ഗുണിച്ചാൽ LCM കിട്ടും. അപ്പോൾ LCM എന്ന് പറയുന്നത് 2 × 2 × 2 8ആയി. 8 × 3 24ആയി. 24 × 5 120. ബാക്കി 3 ഒന്നുകളുണ്ട്, അത് ഗുണിച്ചാലും ഇല്ലെങ്കിലും സെയിമാണ്. അതായത് 120 സെക്കൻഡ് കഴിഞ്ഞാണ് ഇനി ലൈറ്റുകളെല്ലാം പച്ചയാകുന്നത്, ഒരുമിച്ച് പച്ചയാകുന്നത്. അപ്പോൾ 120 സെക്കൻഡ് നമ്മൾ ചോദ്യത്തിൽ നോക്കുകയാണെങ്കിൽ എത്ര സമയം കഴിഞ്ഞ്, 120 സെക്കൻഡ് എന്ന ഓപ്ഷനിലില്ല. 120 സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര? 2 മിനിറ്റാണ്. 60 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1 മിനിറ്റെങ്കിൽ 120 എന്ന് പറയുമ്പോൾ 2 മിനിറ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. HCFൻ്റെയും LCMൻ്റെയും ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ പിക്ക് ചെയ്യാൻ പഠിക്കുക, മനസ്സിലാക്കി ഈസി ആയിട്ട് തന്നിരിക്കുന്ന നമ്പറുകളുടെ LCMോ HCFോ കണ്ടുപിടിച്ചാൽ മാത്രം മതി. കുമാരൻ കുറച്ച് ദിവസങ്ങളിലെ പാൽ വിൽപ്പന പരിശോധിച്ചപ്പോൾ ഒരു ദിവസത്തെ ശരാശരി വരുമാനം 150 രൂപയാണ്. ഇതേ രീതിയിൽ തുടർന്നാൽ ജൂൺ മാസത്തിൽ കുമാരന് പാൽ വിൽപ്പനയിൽ നിന്ന് എത്ര രൂപ കിട്ടും? ഇവിടെ ഒരു ദിവസം ശരാശരി വരുമാനം എന്ന് പറയുന്നത് 150 രൂപ ഒരു ദിവസം കിട്ടുന്നു. ജൂൺ മാസത്തെയാണ്. ജൂൺ മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? 30 ദിവസങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഗുണിച്ചാൽ മതിയല്ലോ. ആവറേജ് എന്ന് പറയുന്നത് തുക ബൈ എണ്ണമാണ്. ഇവിടെ ആവറേജ് തുക, ശരാശരി തുക തന്നിട്ടുണ്ട് 150. ശരാശരി തന്നിട്ടുണ്ട്. എണ്ണം എന്ന് പറയുന്നത് ജൂൺ മാസത്തിൽ 30 ദിവസങ്ങൾ. അപ്പോൾ ഈ എണ്ണവും ആവറേജും ഗുണിച്ചാൽ ടോട്ടൽ മാസത്തെ വരുമാനം കിട്ടും. നമുക്ക് ഗുണിക്കാം. തുക എന്ന് പറയുന്നത് 150 × 30, 15 × 3 45. പിന്നെ ഒരു 2 പൂജ്യം കൂടി ഇടാം. ഓപ്ഷൻ ബി ആണ് ആൻസർ, 4500. ഒരു ബസ് യാത്രയുടെ ആദ്യത്തെ 120 ദൂരം ശരാശരി 30 കിലോമീറ്റർ പെർ വേഗത്തിലും അടുത്ത 120 കിലോമീറ്റർ ശരാശരി 20 കിലോമീറ്റർ പെർ അവർ വേഗത്തിലുമാണ് സഞ്ചരിച്ചത്. മുഴുവൻ യാത്രയിലെ ശരാശരി വേഗം എത്രയാണ്? ശരാശരി വേഗത ഇക്വേഷൻ നമുക്കറിയാം. ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ശരാശരി വേഗത എന്ന് പറയുന്നത് ടോട്ടൽ ടൈം, ആകെ സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ്, ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ആദ്യത്തെ 120 കിലോമീറ്റർ, അപ്പോൾ ഒരു ദൂരം കിട്ടി 120 കിലോമീറ്റർ. പിന്നെ സ്പീഡ് തന്നിട്ടുണ്ട്, ഒരു സ്പീഡ് S1 എടുത്തു, 30 കിലോമീറ്റർ പെർ അവർ അവിടെ എഴുതി വെച്ചു. അടുത്ത 120, വീണ്ടും ഒരു 120 കിലോമീറ്റർ. അപ്പോൾ 2 ദൂരങ്ങൾ നമ്മൾ കൂട്ടിയപ്പോൾ ടോട്ടൽ ദൂരം നമുക്ക് കിട്ടി, കഴിഞ്ഞു അവിടെ.
ആ രണ്ടാമത്തെ 120 സഞ്ചരിച്ചത് 20 km/h. ഇനി ടോട്ടൽ ടൈം കണ്ടുപിടിക്കാൻ ഈ 120നെ നമുക്ക് ഇക്വേഷൻ അറിയാം. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇവിടെ ഡിസ്റ്റൻസ് 120 തന്നിട്ടുണ്ട് ആദ്യത്തെ എന്ന് പറയുന്നത്. പിന്നെ സ്പീഡും തന്നിട്ടുണ്ട് 30 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 120 km സഞ്ചരിക്കാനുള്ള സമയം കിട്ടും. ഈ ടൈമിനെ അങ്ങോട്ട് കൊണ്ടുപോയി സ്പീഡിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ടൈം എന്ന് പറയുന്നത് 120 ഹരണം 30. 0 വെട്ടിപ്പോയാൽ 12. 3ൻ്റെ പട്ടികയിൽ 4 തവണ 4 മണിക്കൂറാണ് ആദ്യത്തെ 120 km സഞ്ചരിക്കാൻ എടുക്കുന്നത്. 4 മണിക്കൂർ പ്ലസ് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. രണ്ടാമത്തെ 120 km സഞ്ചരിക്കാൻ എത്ര സ്പീഡിൽ സഞ്ചരിക്കാൻ? 20 സ്പീഡിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ 0 വെട്ടിപ്പോയാൽ 6 മണിക്കൂർ. നമുക്ക് എഴുതാം 120 കൂട്ടിയാൽ 240 km ആണ് ടോട്ടൽ സഞ്ചരിച്ചത്, ആകെ സഞ്ചരിച്ചത്. അടിയിൽ 4 മണിക്കൂർ ആദ്യത്തെ 120നും പിന്നീട് ഒരു 6 മണിക്കൂർ രണ്ടാമത്തെ 120 km. ടോട്ടൽ 10 മണിക്കൂർ, 10 അവർ. ഈ 0 വെട്ടിക്കളഞ്ഞാൽ 24 km/h. 24. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. അപ്പു പി എന്ന സ്ഥലത്ത് നിന്ന് 2/3 km കിഴക്കോട്ട് സഞ്ചരിച്ച ശേഷം 5/7 km പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു എങ്കിൽ പിയിൽ നിന്ന് അവൻ ഇപ്പോൾ എത്ര ദൂരെയാണ്? ആദ്യം നമുക്ക് വരച്ചു വെക്കാം. വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്. നമുക്ക് പി എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് 2/3 km കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ ആ സൈഡിലോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 5/7 km പടിഞ്ഞാറോട്ട് നേരെ ഓപ്പോസിറ്റ് വരികയാണ്. നേരെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയുമുള്ള ദൂരമാണ് 1/5/7. ഇത് ക്രോസ് ചെയ്യുന്ന മനസ്സിലാകുന്നത് ഈ 2/3 എന്ന് പറയുമ്പോൾ ഏകദേശം 0.66 വരും. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ 1/5/7 നോക്കുകയാണെങ്കിൽ അത് 1 വലുതാണ്. അപ്പോൾ നമ്മൾ ഈ 2/3 ക്രോസ് ചെയ്ത് പിയുടെ പടിഞ്ഞാറ് ഭാഗത്തോട്ട് വന്നു എന്നാണ് അർത്ഥം. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരമാണ് 1/5/7. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ദൂരമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാം? ടോട്ടൽ ഇത്രയുമാണെങ്കിൽ അതിൽ നിന്ന് ഇത് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസറായ ഇത് കിട്ടും. ചെയ്തു നോക്കാം. 1/5/7 മൈനസ് 2/3. ഇത് മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് മാറ്റാം. അടിയിലുള്ള 1നെ അടിയിലുള്ള 7 കൊണ്ട് 5നെ ഗുണിക്കുന്നു. പ്ലസ് 5 7 5 12/7 മൈനസ് 2/3. 7 × 1 പ്ലസ് 5 12 ഡിവൈഡഡ് ബൈ 7 മൈനസ് 2/3. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അടിയിലെ സെയിം ആക്കാൻ നിൽക്കണ്ട. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ഈസി. 12 × 3 36 മൈനസ് 7 × 2 14 ഹരണം 3ഉം 7ഉം തമ്മിൽ ഗുണിച്ചാൽ 21. 36ൽ നിന്ന് 14 പോയാൽ 2 ഹരണം 21. 22 ഹരണം 21 എന്ന് പറയുമ്പോൾ ഒരു തവണ എന്തായാലും പോകും. ശിഷ്ടം 1 വരുന്നു. അടിയിൽ 21 വരുന്നു. ഓപ്ഷൻ സി അല്ല, കിഴക്കാണ്. പിയിൽ നിന്ന്, അതായത് ഇത് പി ആണെങ്കിൽ പിയുടെ പടിഞ്ഞാറ് ഭാഗം, ഇത് പടിഞ്ഞാറല്ലേ, പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പോൾ 1/21 km പടിഞ്ഞാറാണ് പൊസിഷൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 5 12 31 68 ശ്രേണിയിലെ അടുത്ത പദം ഏത്? ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇത് കൂടി പോകുന്നതാണ്. അതേസമയം തന്നെ ഇത് ഒന്നും വ്യത്യാസപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരു ബന്ധവുമില്ലാത്തതാണ്. 12 8 19
37 അങ്ങനെ ഒരു ബന്ധവുമില്ലാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ അതല്ലെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ നോക്കേണ്ടത് സ്ക്വയറോ ക്യൂബോ ആണോ എന്ന് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ 5 എന്ന് പറയുന്നത് 2ൻ്റെ 1ൻ്റെ ക്യൂബ് പ്ലസ് 4 1 + 4 5 വരുന്നു. അതേസമയം 2ൻ്റെ ക്യൂബ് 8 8ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 12 വരുന്നു. 3ൻ്റെ ക്യൂബ് 27 27 + 4 31. അതേപോലെ തന്നെ 4ൻ്റെ ക്യൂബായ 64ൻ്റെ ഒപ്പം 4 കൂട്ടിയാൽ 68. നമുക്ക് 5ൻ്റെ ക്യൂബായ 125ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 129 വരുന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് എക്സാം ഹോളിൽ ഓരോ ചോദ്യങ്ങൾ പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഒരേ ഒരു രീതിയേ ഉള്ളൂ, സ്ക്വയറും ക്യൂബുകളും പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, സ്വയം ചിന്തിച്ച് ഏത് നമ്പേഴ്സ് തന്നാലും ആ പാറ്റേൺ കണ്ടുപിടിക്കാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് തരിക. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ അടുത്ത ചിത്രമായി വരുന്നത് ഏത്? ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 27 32 ആകാൻ 5 കൂട്ടിയിരിക്കുന്നു. 32 37 ആകാൻ 5 കൂട്ടിയിരിക്കുന്നു. ഇവിടെ 12 14 ആകാൻ +2, 14 16 ആകാൻ +2. ഇനി അടുത്തത് ആകാനായിട്ട് +2 കൂട്ടിയാൽ 18 വരണം. 18 3 സ്ഥലത്തും 18 ഉണ്ട്. ഇനി 37 +5 ചെയ്തിട്ടുണ്ടെങ്കിൽ 42 42 18 രണ്ടെണ്ണമായി. മൂന്നാമത്തത് നോക്കാം. 15 18 ആകാൻ +3, 18 21 ആകാൻ +3, 21ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 24 24 ഇവിടെയുണ്ട്. 3ഉം ശരിയായി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? ഒരു വൃത്തത്തെ 4 ഭാഗിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നിട്ട് അതെല്ലാം കൂടി കൂട്ടിയാക്കുകയാണ്. ഇവിടെ പ്ലസ് ഉണ്ടെന്ന് നമ്മൾ അനുമാനിക്കണം. അതായത് വൃത്തത്തെ 4 ഡിവൈഡ് ചെയ്ത് അതിലൊരു ഭാഗം കാൽഭാഗം, ഇവിടെയും വൃത്തത്തിൻ്റെ കാൽഭാഗം, വീണ്ടും ഒരു കാൽഭാഗം, 3 കാലുകൾ ചേർന്നാൽ മുക്കാലാകുന്നു. 4ൽ 3 ഭാഗം, അതാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ എവിടെ മുക്കാലിന് ഉള്ള സംഖ്യയുള്ളത് ഓപ്ഷൻ സി ആണ്. മുക്കാൽ എന്ന് പറയുന്നത് 1/4 എന്ന് പറയുന്നതും സെയിം ആണ്. ഒന്നേ ബൈ 4 3 × 1/4. അടുത്ത ചോദ്യം നോക്കാം. ചതുരത്തിലെ വിട്ടുപോയ സംഖ്യ ഏത്? ഇങ്ങനെ ചതുരം തരുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ട പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെ കൂട്ടി നോക്കുക, ഒരു സംഖ്യ നോക്കുക, ഇങ്ങനെ കൂട്ടി നോക്കാം, ഇങ്ങനെ കൂട്ടി നോക്കാം, വേറെ ഒന്ന് അടിയിലോട്ട് കൂട്ടാം, അടിയിലോട്ട് കൂട്ടി നോക്കാം. അങ്ങനെ കിട്ടുന്ന സംഖ്യ സെയിം ആണോ എന്ന് നോക്കുക. ഇവിടെ നമുക്ക് ചെയ്തു നോക്കാം. ഇതെല്ലാം കൂട്ടുകയാണെങ്കിൽ 7ഉം 2ഉം 9, 9ഉം 6ഉം 15. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 9ഉം 5ഉം 14, 1ഉം 15. ഇവിടെ 8 4 12 വരുന്നുണ്ട്. 12 15 വരണം. 12 ആയി. അപ്പോൾ നമുക്കിവിടെ 3 വരണം. 3 ഇവിടെ വരണം. ഓപ്ഷൻ ബി ആണ്. ചതുരം ഇങ്ങനെ കൂട്ടി നോക്കുക, അതിനുശേഷം ഗുണനത്തിലോട്ടും ഹരണത്തിലോട്ടും പോവുക. കൂട്ടുന്ന പാറ്റേൺ ആണ് സാധാരണ ചോദിച്ച് കാണാറ്. സിംപ്ലിഫിക്കേഷനാണ്. -3 5 - 2 +-3 × 0. ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇവിടെ ഡോട്ടോ ഇൻറ്റോ ഉണ്ടെന്നാണ്. അപ്പോൾ -3 × 5 - 2 +-3 × 0. 0 കൊണ്ട് ഏത് സംഖ്യയെ ഗുണിച്ചാലും അത് ടോട്ടൽ 0 മാറുന്നു. അപ്പോൾ അതിനി നോക്കണ്ട. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആദ്യം ചെയ്യാം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 5ൽ നിന്ന് 2 പോയാൽ 3 × -3 3 × 3 9. അതിൻ്റെ ഒപ്പം ഒരു മൈനസ് കൂടിയും ചേർത്താൽ -9. ഓപ്ഷൻ സി ആണ്. സിംപ്ലിഫിക്കേഷൻ തെറ്റിക്കാതെ ചെയ്യുക, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സാവധാനം ചെയ്യുക. 2 തവണ പറ്റിയാൽ ചെയ്തു നോക്കുക. ഒറ്റയാനെ കണ്ടെത്തുക. പേന, പുസ്തകം, പെൻസിൽ, യൂണിഫോം. ഓപ്ഷൻ ബി ആണ്. ബാക്കിയെല്ലാം പഠനോപകരണങ്ങളാണ്. സമാന ബന്ധം
കണ്ടെത്തുക. വൃത്തസ്തംഭം എന്ന് പറയുന്നത് 3 ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അർദ്ധഗോളം. നമുക്ക് ആദ്യം വരച്ച് നോക്കാം. വൃത്തസ്തംഭം എന്ന് പറയുമ്പോൾ സിലിണ്ടർ എന്ന് പറയുന്നത് 3 അർദ്ധഗോളം. അർദ്ധഗോളം എന്ന് വെച്ചാൽ പകുതി ഗോളം. അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഇവിടെ 3 എങ്ങനെയൊന്ന് നോക്കാം. ഇതൊരു സർഫസ്, ഇതൊരു ഉപരിതലം, ഇത് അടിയിലും ഒരു ഉപരിതലമുണ്ട്, പിന്നെ ഇതൊരു ഉപരിതലമാണ്. തൂണിനെ സങ്കല്പിക്കുക. തൂണിൻ്റെ മുകളിലെ ഒരു പ്രതലമുണ്ട്, അടിയിലൊരു പ്രതലം, ചുറ്റും ഉരുണ്ടിരിക്കുന്ന ഒരു പ്രതലം. അങ്ങനെ 3 പ്രതലങ്ങൾ. ഇവിടെയാണെങ്കിൽ അടിയിൽ ഒരു പ്രതലമുണ്ട്, പിന്നെ ചുറ്റുമുള്ള ഒരു പ്രതലം. അപ്പോൾ 2 പ്രതലങ്ങൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ചുവടെ തന്നിരിക്കുന്നവയിൽ ദ്വിമാന രൂപങ്ങൾ തരംതിരിച്ചെഴുതുക. നമ്മൾ വരച്ച് നോക്കാം. വൃത്തം, വൃത്തസ്തൂപിക. വൃത്തസ്തൂപിക എന്ന് പറയുമ്പോൾ കോണാണ് ഉദ്ദേശിക്കുന്നത്. ഐസ്ക്രീം കോണിൻ്റെ പോലത്തെ ഒരു കോണാണ്. ഷഡ്ഭുജം, സപ്തഭുജം, 7 സൈഡുകളുള്ള ഒരു രൂപമാണ്. ഇതിൽ ഇതൊഴികെ, വൃത്തസ്തൂപിക ഒഴികെ നമുക്ക് ദ്വിമാനമാണ്, 2D ആണെന്ന് മനസ്സിലാവും. ഇത് 3D ഇമേജ് ആണ്. ഇതിന് ഹൈറ്റ് ഉണ്ട്. നമ്മളോട് ചോദിക്കുന്നത് 2D ആണ്. അപ്പോൾ 1, 2, 4, 1, 2, 4 ഓപ്ഷൻ സി ആണ് ആൻസർ. ശ്രുതിയുടെ പിതാവ് ശ്രുതിയുടെ മുത്തച്ഛനേക്കാൾ 26 വയസ്സിളയതും ശ്രുതിയേക്കാൾ 29 വയസ്സ് കൂടുതലുമാണ്. മൂവരുടെയും പ്രായത്തിന്റെ ആകെ തുക 135 വർഷമാണ്. എങ്കിൽ ശ്രുതിയുടെ വയസ്സ് എത്ര? ഇവിടെ 3 പേര് തന്നിട്ടുണ്ട്. മുത്തച്ഛൻ, അച്ഛൻ, പിന്നെ ശ്രുതി. ഇവരുടെ 3 പേരുടെയും ഏജ് കൂട്ടിയാൽ 135 കിട്ടുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഹിന്ദിയിലോട്ട് പോവാം. ശ്രുതിയുടെ പിതാവ് ശ്രുതിയുടെ മുത്തച്ഛനേക്കാൾ 26 വയസ്സിളയതും. ഇവിടെ നമുക്ക് ശ്രുതിയുടെ പ്രായം എക്സ് എന്ന് എടുത്താൽ 29 വയസ്സ് കൂടുതലാണ് അച്ഛന്. എക്സ് പ്ലസ് 29. എന്തായാലും മുത്തച്ഛന് അതിനേക്കാൾ കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ എക്സ് പ്ലസ് 29 പ്ലസ് 26 വയസ്സ് ഇളയതാണ്. മുത്തച്ഛനേക്കാൾ ഇളയതാണ് അച്ഛൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ലോജിക്കലി ആലോചിക്കുമ്പോൾ മനസ്സിലാവും. ഏറ്റവും ചെറുത് ശ്രുതി, അതിലും ചെറുത് അതിനേക്കാൾ വലുത് അച്ഛൻ, അതിനേക്കാൾ വലുതാണ് മുത്തച്ഛൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയും കൂട്ടിയാൽ എക്സ് പ്ലസ് 29 പ്ലസ് 26 പ്ലസ് എക്സ് പ്ലസ് 29 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 135 ആണ്. എത്ര എക്സുകളുണ്ട്? 1, 2, 3 എക്സുകൾ പ്ലസ് ഇതെല്ലാം കൂടിയും കൂട്ടാം. 29ഉം 26ഉം 55. 55 പ്ലസ് 29 4 ശിഷ്ടം 1 8 84 വരുന്നു. 135. ഈ പ്ലസ് 84 അങ്ങോട്ട് കൊണ്ടുപോയാൽ 3x എന്ന് പറയുന്നത് 135 മൈനസ് 84 ആകുന്നു. 1 5 51 വരുന്നു. അങ്ങനെയെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 3 അങ്ങോട്ട് കൊണ്ടുപോയാൽ ഹരണം 3 ആകുന്നു. എക്സ് എന്ന് പറയുന്നത് 51 ഹരണം 3 17. നമുക്ക് ശ്രുതിയുടെ വയസ്സാണ് എക്സ് എന്ന് എടുത്തത്. അപ്പോൾ എക്സ് 17 എന്ന് കിട്ടി. ചോദിച്ചിരിക്കുന്നത് ശ്രുതിയുടെ വയസ്സ് തന്നെയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. താങ്ക് യു.